പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇലക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ വോട്ടെണ്ണൽ നടക്കും. വോട്ടെണ്ണൽ നടന്നാൽ ഏതോ ഒരാൾ ജയിക്കും. അങ്ങനെ ഒരാൾ ജയിക്കും. ജയിച്ചാൽ പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ പുരുഷന്മാര് മാത്രമേ പങ്കെടുക്കാറുള്ളൂ, മുസ്ലിമീങ്ങൾ. ഇപ്പോൾ കുറച്ച് കാലമായി ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും മതമില്ലാത്തവരുടെയും നരകത്തിലേക്ക് ടിക്കറ്റ് എടുത്ത കക്ഷികളുടെ പ്രവർത്തനത്താൽ മുസ്ലിം ചെറുപ്പക്കാരികളും റോട്ടിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതും അന്യപുരുഷന്മാരും ഇടകലർന്ന് ആഹ്ലാദ പ്രകടനം നടത്തുന്നതുമൊക്കെ പലപ്പോഴും വാട്സപ്പിൽ കാണുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴിയിൽ തന്നെ ജീവിച്ച് നിങ്ങൾ മരിച്ചോ? നിങ്ങളത്തരത്തിലുള്ള ഒരു തോന്നിവാസത്തിനും ഇറങ്ങിപ്പോകണ്ട. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمن الصلاة. കുടിക്കാൻ വെള്ളം തന്ന പടച്ചവന്റെ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോ? ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങണ്ട. നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിച്ചോ? വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ കാലത്തുള്ള സ്ത്രീകളെ പോലെ ഭംഗി പ്രകടിപ്പിച്ച് രംഗത്ത് വരണ്ട എന്ന് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത്. ആ ഖുർആൻ അത് അവിടെ മാറ്റിവെച്ചിട്ട് ഏതോ നമ്മളെ സുഹൃത്തുക്കളാണെന്ന് തോന്നിപ്പിക്കുന്ന കക്ഷികളുടെ കൂടെ ഇറങ്ങി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നരകം വാങ്ങണ്ട. നിങ്ങൾ കേട്ടിട്ടില്ലേ, അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഒരു ദിവസം വീട്ടിൽ വന്നു നോക്കുമ്പോ വീട്ടിലുള്ള ഒരു സ്ത്രീയെ വീട്ടിൽ കാണുന്നില്ല. എവിടേക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ ഒരു ജനാസയുടെ കൂടെ, അതേ മയ്യത്തിന്റെ കൂടെ പോയിരിക്കുന്നു എന്നാ കേൾക്കുന്നത്. അതേ തിരിച്ചു വരുന്നത് വരെ കാത്തുനിന്നു. ആ സ്ത്രീ വന്ന് കയറിയപ്പോൾ സഹാബിയായ അബൂ ബർസത്തുൽ അസ്ലമി വളരെ ഗൗരവത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അലാ തലമീന അന്നല്ലാഹ നഹൻ നിസാ. സ്ത്രീകളെ അല്ലാഹ് വിരോധിച്ച് നിനക്കറിയില്ല പെണ്ണേ? സ്വന്തം ബാപ്പ മരിച്ചാൽ പോലും, ഉമ്മ മരിച്ചാൽ പോലും, ഭർത്താവ് മരിച്ചാൽ പോലും അവര് ജനാസന്റെ കൂടെ പോകാൻ പാടില്ല. അവര് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല. അവരത്തരം രംഗത്തൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന് വിരോധിച്ച് നിനക്കറിയില്ലേ എന്ന് സഹാബിയായ അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഇമാം സയൂത്തി തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ആ സഹാബത്തിനെ പിന്തുടരുന്നവർക്കാണ് അല്ലാഹുവിന്റെ പൊരുത്തം. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അതുകൊണ്ടല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അവരുടെ റൂം പള്ളിയുടെ ചുമരും ആയിഷ ബീവിയുടെ വീട്ടിന്റെ ചുമരും ഒന്നാണ്. പക്ഷേ ഒരൊറ്റ ദിവസം ജുമുഅ ജമാഅത്തിന് വേണ്ടി ആയിഷ ബീവിയോ ഫാത്തിമ ബീവിയോ പള്ളിയിലേക്ക് ഇറങ്ങിയില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫമാ അലിംതു മിന്നുൻ അംറതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഒരൊറ്റ ദിവസവും ഒരു രാത്രിയും പകലും ഒരു ജമാഅത്തിനോ ഒരു ജുമുഅക്കോ നബി തങ്ങളെ വീട്ടിൽ നിന്ന് ഒരൊറ്റ സ്ത്രീയും പുറപ്പെട്ടില്ല. അതാണ് ദീന്. അതേ സമയത്ത് ഈ പുത്തൻവാദികൾ ഉണ്ടാക്കുന്ന നരകത്തിലേക്കുള്ള വഴിയിൽ മുസ്ലിമീങ്ങൾ ആരും പെട്ടുപോകരുത്.